ഈ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് എങ്ങനെയാണ് ഡിവൈഎഫ്ഐക്ക് കുരുക്ക് മുറുക്കുന്നത് എന്നുള്ളത് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അന്വേഷണം നീളുകയാണ്. അതെ, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. നമ്മുടെ രമ്യദാസ് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു നൽകും. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം വടകര സ്ക്വാഡ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക്. ഗ്രൂപ്പിന്റെ 5 അഡ്മിന്മാരെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം വന്നത് വടകര സ്ക്വാഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് എന്നാണ് പോലീസ് കരുതുന്നത്. ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന് കാഫിർ സ്ക്രീൻഷോട്ട് ലഭിച്ചതും വടകര സ്ക്വാഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. രമ്യദാസിലേക്ക്. രമ്യ, ഈ വടകര സ്ക്വാഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച് വ്യാപകമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പ് അഡ്മിന്മാരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? രാഖി, അശ്വതി, അതായത് ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് ഈ വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരെ വിളിച്ചു വരുത്തി മൊഴിയടക്കം ഈ പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് കൂടി നീങ്ങിയത്. കാരണം ഇവർ മുൻപ് നൽകിയ മൊഴിയും അതുപോലെ തന്നെ നിലവിൽ നൽകുന്ന മൊഴിയും വൈരുദ്ധ്യങ്ങളുണ്ടോ എന്ന് കണ്ടെത്താൻ തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ഈ അഡ്മിന്മാരെ എല്ലാം വിളിച്ചു വരുത്തി ആദ്യഘട്ടത്തിൽ വീണ്ടും മൊഴിയെടുക്കുന്ന നടപടിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത്. ഈ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം വന്നത് ഈ വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണെന്നാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത്. അതായത് ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള റിബേഷ് രാമകൃഷ്ണന് കാഫിർ സ്ക്രീൻഷോട്ട് ലഭിച്ചതും ഈ വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് എന്നായിരുന്നു പോലീസിന്റെ ഇപ്പോഴുള്ള നിഗമനം. കാരണം ഈ ഗ്രൂപ്പ് തന്നെയാണ് ഈ സ്ക്രീൻഷോട്ടിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം എല്ലാം കരുതുന്നത്. അപ്പോൾ ഈ ജിതിൻ തന്നെയാണോ ഇത്തരത്തിൽ ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇത്തരത്തിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് ഈ ഗ്രൂപ്പിൽ ഇട്ടിരുന്നോ, അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുള്ള 5 അഡ്മിന്മാരെയാണ് ഇന്നലെ വിളിച്ചു വരുത്തി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളെല്ലാം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പോലീസിന്റെ മുന്നിലുള്ള ഇനിയുള്ള ഒരു പോംവഴി. കാരണം ഈ ശാസ്ത്രീയ പരിശോധന ഈ ഫോണുകളുടെ എല്ലാം ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾക്കായി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫലം കൂടി വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഇതിൽ കൂടുതലായിട്ടുള്ളൊരു വ്യക്തതയെല്ലാം ഇതിൽ പുറത്തു വരൂ എന്നുള്ളത് തന്നെയാണ് പോലീസിന് ഈ കാര്യത്തിൽ ഒരു പ്രധാന ഒരു വഴി. അത് മാത്രമാണ്. കാരണം ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട്. ഈ മൊബൈൽ ഫോണുകളുടെ അത് ഏറ്റവും വേഗത്തിൽ തന്നെ പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ പേരിലേക്കും പോലീസ് വ്യാപിക്കാനുള്ള ശ്രമം കൂടിയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് കേസ് കൂടുതൽ ഡിവൈഎഫ്ഐ നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് രമ്യ പങ്കുവച്ച വാർത്തയുടെ വിവരം. 5 പേരെ ഈ വടകര സ്ക്വാഡ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാരെ ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുന്നു എന്നുള്ളത് തന്നെയാണ് രമ്യ. പോരാളി ഷാജിയും അമ്പാടിമുക്ക് സഖാക്കളും ഒക്കെ കുടുങ്ങുമെന്ന സാരം. അതെ, ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് ഓരോരുത്തരെ ചുറഞ്ഞ് കുറിപ്പിടുന്നത് പോലെയല്ല ഈ സൈബർ കമ്മികൾക്കെല്ലാം ഉള്ള വ്യക്തമായ താക്കീത് കൂടിയാണിത്. ഇവർ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരെ എനിക്കറിയാം.